ഹായ് ഫ്രണ്ട്സ്, ഫ്രഷ് ആൻഡ് ഫ്രീക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ ഒരു ട്രാഫിക്കിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ന്യൂസിലൻഡിൽ മോർണിംഗ് ടൈം 7:30 ആയിട്ടുണ്ട്, 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മോട്ടോർ വേ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മോട്ടോർ വേയിൽ രാവിലെയും വൈകിട്ടും ഇവിടെ സാധാരണയായിട്ട് നല്ല രീതിയിൽ ട്രാഫിക് ജാം തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് വളരെ ക്ഷമയോടുകൂടി എല്ലാ ഡ്രൈവർമാരും മറ്റ് ഡ്രൈവർമാരെ കൺസിഡർ ചെയ്താണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മോട്ടോർ വേയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പുറകെ വരുന്ന വണ്ടികളെല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് നിർത്തിത്തരുന്ന ഒരു, അതായത് കയറി പൊക്കോ എന്നുള്ള രീതിയിലൊരു ഇതാണ് ഇവിടെ കണ്ടുവരുന്നത്. എല്ലാവരും നല്ല ക്ഷമയോടുകൂടി തന്നെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു ഹോണടിയോ അല്ലെങ്കിൽ മറ്റു ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഇടം വലം ചേർന്ന് വരിക, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഈ ന്യൂസിലൻഡിൽ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ പെടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഒരു സത്യം. വളരെ ക്ഷമയോടുകൂടി തന്നെയാണ് എല്ലാ ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്നത്. അതുപോലെ ഈ ന്യൂസിലൻഡിലെ ഒരു ഡ്രൈവിങ്ങിൻ്റെ വഴിയുടെ ഒരു സൈഡിൽ നമുക്ക് ബസ്സിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് വേ തന്നെയുണ്ട്. ഒരു ലൈൻ ബസ്സിന് പോകാൻ വേണ്ടി മാത്രമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ എത്ര വലിയ ബ്ലോക്ക് ആണെങ്കിൽ പോലും അതിലൂടെയൊക്കെ ബസ് ഇപ്പോൾ കടന്നു പോകും. ആ ബസ് ലൈനിൽ കൂടെ ഒന്നും, ഇപ്പോൾ ഈ ലെഫ്റ്റ് കാണുന്നത് ഒരു ബസ് ലൈനാണ് ഈ കാണുന്നത്, റെഡ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഡ്രൈവർമാർ ഒരു പരിധി വരെ ഭൂരിപക്ഷം ആൾക്കാരും ആ ലൈനിലേക്ക് കയറില്ല. ആ ലൈനിൽ കൂടെ ബസ്സിന് മാത്രമാണ് പോകാനായിട്ടുള്ള ഒരു അവകാശം ഇവിടെ ന്യൂസിലൻഡിൽ കൊടുത്തേക്കുന്നത്. അതിൽ കൂടെ കുത്തി കയറ്റി കൊണ്ടുപോയി ഫ്രണ്ടിൽ പോയി കയറുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അവർ ലെഫ്റ്റ് ലൈനിൽ ബസ് ലൈൻ മാത്രമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫോൺ ഈ വണ്ടിയിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്തേക്കോ അല്ലെങ്കിൽ അത് ഹാങ് ചെയ്തേക്കോ അത് ഉറപ്പിച്ച് വെച്ചേക്കോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അല്ലാത്ത രീതിയിൽ നമുക്ക് ഫോൺ വണ്ടിയിൽ ഹാങ് ചെയ്ത് ബ്ലൂടൂത്ത് വഴി ഫോൺ കോൾ ചെയ്യുക, അതൊന്നും ഇവിടെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഒരു മോട്ടോർ വേയിലേക്ക് വണ്ടി വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇൻഡിക്കേറ്റർ ഇടുന്നു. നല്ലൊരു തിരക്കുള്ള റോഡാണിത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരാൾ വണ്ടി ഫ്രണ്ടിൽ വന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിക്ക് മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് ന്യൂസിലൻഡിലെ ഒരു കൾച്ചർ. അപ്പോൾ അവർക്ക് ആ വണ്ടി ആ പാതയിലേക്ക് കിടക്കുവാനായിട്ടുള്ള ഒരു അവകാശം പുറകിൽ വരുന്ന വണ്ടിക്കാർ എന്തായാലും കൊടുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അനാവശ്യമായ ഹോണടി കാര്യങ്ങളൊന്നുമില്ല. ഒരു സിബിട്ട് നമ്മളൊരു സിബ് മുറുക്കുന്നത് പോലെയാണ് ഇവിടെ വണ്ടികൾ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ. എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.